ഈ ശങ്കരാചാര്യർ ആകാശഭ്രമണം നടത്തുമ്പോൾ വീണ ഒരു ഭാഗം ഇന്നും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ കഥയും ആ വീണ ഭാഗം ഇപ്പോഴും അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? നമസ്കാരം. കഴിഞ്ഞ 40 വർഷത്തോളമായി 48 നമസ്കാരം. കഴിഞ്ഞ 48 വർഷമായിട്ട് നമ്മുടെ ഗുരുവായൂരമ്പലത്തിലെ ഗുരുവായൂരപ്പനെ വേണ്ടി സേവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ എഴുന്നള്ളത്. പേര് കൊടക്കാട് ശശി തമ്പൂരി. അപ്പോൾ ഈ ശശി തിരുമേനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേട്ട നമുക്കൊക്കെ ഇങ്ങനെ രോമാഞ്ചം വരുന്ന കഥകൾ. അപ്പോൾ ഞാൻ ആ അനുഭവങ്ങൾ കേട്ടപ്പോൾ നമുക്ക് അതൊന്ന് വീഡിയോ ആക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ചോദിച്ചതാണ്. തിരുമേനി, ഓരോ അനുഭവങ്ങളായിട്ട് ഞങ്ങളൊന്ന് കേൾപ്പിച്ച് ഇങ്ങനെ ഫുളവും കളിപ്പിക്കും. ഹരേ ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദാസനായിട്ട് ഞാൻ 12 വയസ്സ് മുതൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ദാസനായിട്ട് ദാസ്യപ്രവൃത്തികൾ ചെയ്യാണ്. 48 വർഷമായി. ഇപ്പോൾ എനിക്ക് 60 വയസ്സായി. ഈ 48 വർഷത്തിനുള്ളിൽ ശ്രീ ഗുരുവായൂരപ്പൻ പല പല തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് എൻ്റെ അനുഭവം മാത്രമാണ്. അത് വേറൊരാൾക്ക് പറഞ്ഞാൽ മുഴുവൻ ഉൾക്കൊള്ളണമെന്നില്ല. ഭക്തിയുള്ളവർക്ക് അത് മനസ്സിലാവും, ഭക്തി ഇല്ലാത്തവർക്ക് അത് തള്ളിക്കളയാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അടുത്തുണ്ടായ ഒരു ചെറിയൊരു അനുഭവം, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ 2025 ഉത്സവകാലത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആനയോട്ട ദിവസം, അന്നത്തെ ദിവസം ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പനെ ഇപ്പോൾ ചെറിയൊരു പൊന്നുണ്ണി കണ്ണനായിട്ട് വലത് കൈയിൽ താമരയും ഇടത് കൈയിൽ ഓടക്കുഴലും പട്ടുകോണകൊക്കെ കൊടുത്ത് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് അന്നത്തെ ഉച്ചപൂജയ്ക്ക് അലങ്കരിച്ചത്. ഈ ഉച്ചപൂജ അലങ്കാരം കഴിഞ്ഞിട്ട് ഭക്തജനങ്ങളെല്ലാവരും വന്ന് തൊഴുതു പോകുമ്പോൾ ചോദിച്ചു, ഈ താമരപ്പൂവ് ഭഗവാൻ ആർക്കാണ് കൊടുക്കുക, ആ ഭാഗ്യവാൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ കണ്ടപ്പോൾ എന്നോടും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആർക്കാ കൊടുക്കുകയെന്ന് അറിയില്ല, ഭഗവാന്റെ ആ ഭാഗ്യവാൻ ആരാന്ന് അറിയില്ലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം മനസ്സിലാക്കും, ഭഗവാൻ കാണിച്ചു തരും എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം 3 മണിക്ക് ആനയോട്ടം കഴിഞ്ഞു. ബാലു എന്ന് പറയുന്ന ആനയാണ് വിജയിച്ചത്. ഭഗവാന്റെ തങ്കത്തിടമ്പെടുത്ത് അന്നത്തെ വൈകുന്നേരത്തെ ശിവേലി 4:30 മണിക്ക് ബാലു ആന കഴിച്ചു. ആ ശിവേലി കഴിഞ്ഞതിന് ശേഷം ബാലു ആനയെ ആ വടക്കേ നടക്കിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് കെട്ടുകയും ചെയ്തു. ആനക്കാരൻ ഞങ്ങൾ മാറിയിരിക്കുകയും ചെയ്തു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം ഒരു 5 മണി 5:15 ആയിട്ടുണ്ടാവും. വലിയ തിരക്കൊന്നുമില്ല. ഒരു ചെറിയൊരു പൊന്നുണ്ണി ഒരു ചെറിയൊരു പാവം കൊണ്ട് കൊടുത്തിട്ട് ഒരു താമരപ്പൂവുമായിട്ട് അതാ പോകുന്നു. ആ ആനയുടെ മുമ്പിൽ എത്തിയപ്പോൾ ആനയ്ക്കാണ്ട് കാണിച്ചു. ആനയ്ക്ക് എന്തോ ഈ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയെ മുൻ പരിചയമുള്ളത് പോലെ എന്തോ ആ താമരപ്പൂവ് ആന വാങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും ചെറിയ കുട്ടി ആനയുടെ മുമ്പിലേക്ക് എന്നതോട് കൂടിയിട്ട് ഏതോ ഒരു വലിയ ഭക്തൻ വന്നിട്ട് കുട്ടിയെ മാറോട് അടച്ച് പിടിച്ചു. എന്നിട്ട് മാറ്റി നിർത്തി. ഇത് കുറച്ച് സമയം ഈ ഉണ്ണി അങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്തു. അപ്പോഴേക്കും അവിടെ കണ്ടു നിന്ന ആൾക്കാരിൽ ചിലവരല്ല, ചെറിയ കുട്ടിയല്ലേ, കൂട്ടം തെറ്റി വന്നതായിരിക്കാം, നമുക്ക് ആ കുട്ടിയെ തിരയാം, എന്നിട്ട് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ തിരഞ്ഞു നോക്കി. ആ ഗുരുവായൂർ അമ്പലത്തിൽ 2-3 പ്രദക്ഷിണം നടത്തിയിട്ടും ആ പൊന്നുണ്ണി കണ്ണനെ എന്ന് ഞാൻ പറയണു, പിന്നെ ചെറിയ ഉണ്ണി ആ പൊന്നുണ്ണി കണ്ണനാണ്. പിന്നെ ആ കുട്ടീനെ ആ പ്രദേശത്തെ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അതിയായ വിശ്വാസം അത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ വന്ന് ആ ബാലു എന്ന് പറയുന്ന ആനയ്ക്ക് കൊടുത്തതാണ്. ഈ ക്ഷേത്രത്തിൽ വിജയിച്ച ഈ ബാലു എന്ന് പറയുന്ന ആനയ്ക്ക് 10 ദിവസം രാജകീയമായിട്ടുള്ള നിലനിൽപ്പാണ് അവിടെ ഉള്ളത്. ഊണ് അവിടെയാണ്, ഉറക്കം അവിടെയാണ്, എല്ലാം ആ അമ്പലത്തിനകത്ത് വെച്ചിട്ടാണ്. ആ ശ്രീ ഗുരുവായൂരപ്പൻ ആ ആനയെ, വിജയിച്ച് വന്ന ആനയെ അങ്ങനെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നു എന്നാണ് പറയുന്നത്. ആ 10 ദിവസം 3 നേരവും തങ്കത്തിടമ്പ് എഴുന്നള്ളിക്കേണ്ട ഒരു ഭാഗ്യം കൂടി ഈ ബാലു എന്ന് പറയുന്ന ആനയ്ക്കാണ് അന്ന് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ നേരിൽ കണ്ട ഒരു സംഗതിയാണ്. ഇനി മായയാണോ എന്താണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കണ്ട സംഗതി, എൻ്റെ ഒരു അനുഭവം അതാണ്. അത് ഇപ്പം നമുക്കായാലും ഓരോരുത്തർക്ക് ഓരോരോ അനുഭവങ്ങളല്ലേ, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ, അല്ലാണ്ട് ഇത് ഇപ്പൊ പറയുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ ഒരു ഇതുമാരിയൊക്കെ ഉണ്ട്. അല്ല, ഇത് എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പനെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് നമ്മുടെ മുന്നിൽ വരും, അത് ഉറപ്പാണ്. എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ഗുരുവായൂരപ്പൻ നമുക്ക് നേടിത്തരും. ഇതിനു മുമ്പ് എന്തെങ്കിലും വേറെ അനുഭവങ്ങൾ? ഇതിനു മുമ്പേ എന്ന് പറയണമെങ്കിൽ ഞാൻ അത് വേറൊരു എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒന്നുകൂടി പറയാം.
2020 നമ്മുടെ കൊറോണ മഹാമാരി കേരളവും എല്ലാ ഭാഗത്തും ഇങ്ങനെ ആറുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള പ്രവേശനം എല്ലാം നിരോധിച്ചിരുന്നു. ഞങ്ങളെമാരിയുള്ള ഈ ജോലി എടുക്കുന്ന ആൾക്കാരെന്നെ എണ്ണം കുറച്ചിട്ട് ഒരു 8 ആൾക്ക് 9 ആൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തും ശ്രീ ഗുരുവായൂരപ്പന് യാതൊരു തരത്തിലുള്ള പൂജാതി കാര്യങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല. 3 നേരം ശിവേലി, 5 പൂജ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിവേലി സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തടമ്പ് എടുത്ത് എഴുന്നള്ളിക്കുന്ന ചുമതല അത് ഞങ്ങളുടെ 6 മാസം ഓരോരോ വ്യക്തികൾക്കാണ് ചെയ്യാറ്. ഈ സമയത്ത് 2020 ഫെബ്രുവരി 1-ാം തീയതി മുതൽ 6 മാസക്കാലം ഈ തടമ്പ് എഴുന്നള്ളിക്കുന്ന ചുമതല എൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാനും ഈ പറഞ്ഞ മാതിരി ഭക്തന്മാരാരും വരുന്നില്ല. രാവിലെ ശിവേലി കഴിക്കും, പൂവും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഭക്തന്മാരില്ലാതെ ഭഗവാന് വയ്യ, ഭക്തന്മാരെ എപ്പോഴും കാണണം. അങ്ങനെ ഭക്തവത്സലനാണ്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഭഗവാന്റെ ഈ തങ്കത്തിടമ്പ് എടുത്ത് എഴുന്നള്ളിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയാം, ആ അമ്പലത്തിൻ്റെ പുറത്തേക്ക്, ആ നാലമ്പലത്തിൻ്റെ പുറത്തേക്ക് കടന്ന് ആനപ്പുറത്ത് കയറുന്ന ആ ഒരു സമയം, ആ സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ തടമ്പ് കൊടുക്കുക. ഈ ഭാഗത്ത് പെട്ടെന്നൊരു ഭയങ്കരമായിട്ടൊരു മിടിപ്പ് പടപടാന്ന് അറിയണ മാതിരി. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഒരു ചെറുതായിട്ട് എൻ്റെ ചെവിയിൽ ആരോ എന്തോ പറയുന്ന മാതിരി. എനിക്ക് ഈ ഭക്തന്മാരെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ ഈ ഭക്തന്മാരെ കാണാനായിട്ട് ഈ ആനേനെ ഒന്ന് പുറത്തേക്ക് ഓടിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ മഹാമാരി ഒന്ന് കുറഞ്ഞ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് കിഴക്കേ ഗോപുരം പടിഞ്ഞാറേ ഗോപുരം വരെ ഭക്തന്മാർക്ക് വരാം എന്നുള്ളൊരു ആനുകൂല്യം കൊടുത്തിരുന്നു. അപ്പോൾ ഈ ശിവേലി സമയത്തെല്ലാം ഇവർക്ക് ആ കിഴക്കേ ഗോപുരത്തിലും പടിഞ്ഞാറേ ഗോപുരത്തിൽ നിന്ന് ഭക്തന്മാർക്ക് തൊഴാനുള്ളൊരു അനുവാദം. അപ്പോൾ ഈ ദിവസം ആകുമ്പോഴേക്കും കിഴക്കേ നിലയും പടിഞ്ഞാറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു മിടുമിടുപ്പും ഈ ഭഗവാന്റെ ചെവിയിൽ പറയണതും കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആന ഓടിക്കുന്നു വേണ്ട, ആന ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്തന്മാരെല്ലാവരും അത് പേടിച്ച് അവർ 4 ഭാഗത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നം എന്ന് പറയും. അപ്പോൾ അല്ല, എനിക്ക് ഭക്തന്മാരെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇത് ആനപ്പുറത്ത് കയറി 2ാമത്തെ പ്രദക്ഷിണമായി. 3 പ്രദക്ഷിണമുള്ളത്. 2ാമത്തെ പ്രദക്ഷിണം ഏകദേശം ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് 2ാമത്തെ പ്രദക്ഷിണ സമയത്ത് ഇത് വന്നു. അപ്പോഴേക്കും ആ താഴത്ത് നിൽക്കണ ആനക്കാരൻ പറഞ്ഞു, തിരുമേനി ആന എൻ്റെ കൺട്രോളിലല്ല, മുറുക്കി പിടിച്ചിരുന്നോളം പറഞ്ഞു. അപ്പോൾ ഈ ഇവിടുത്തെ ഈ മിടിമിടുപ്പും ഭഗവാന്റെ അതും ഞാനും ഭഗവാനും തമ്മിലുള്ളതും ഈ ആനക്കാരൻ്റെ ഈ പറയലും ഒക്കെ കൂടി വായിച്ചു നോക്കുമ്പോൾ ശരിക്കും പറയുന്നത് ഭഗവാൻ തന്നെ വന്ന് ഭഗവാൻ ആനയെ ഓടിക്കാനുള്ളൊരു പുറപ്പാട്. എന്ത് പറയണു, ആ പ്രദക്ഷിണം ആ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടുന്ന് പോന്ന് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തണോട് കൂടിയിട്ട് ആന ശരിക്കും പറഞ്ഞാൽ ഓടി എന്ന് പറഞ്ഞാൽ വേഗം നടന്നു. ചെറുതായിട്ടുള്ളൊരു ഓട്ടമാണ്. ഞാനും കണക്കി നല്ലോണം മുറുക്കി പിടിച്ചിരുന്നു. നമ്മളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണാലും ഭഗവാൻ വീഴരുതെന്നുള്ള ഒരു ഇതിൻ്റെ മുകളിൽ നല്ലോണം മുറുക്കി പിടിച്ചിരുന്നു. ആന അയ്യപ്പൻ്റെ അമ്പലം മുതൽ ഈ പടിഞ്ഞാറ് നട വരെ ഓടുകയും ആ പടിഞ്ഞാറ് നടക്കിലെത്തിയോടുകൂടി പടിഞ്ഞാറ് ഗോപുരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആന ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആനക്കാരൻ ഓടി വന്നിട്ട് ആനേനെ കൺട്രോളാക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഭക്തന്മാരെ കാണാൻ വേണ്ടി ഓടി വന്നതും ഈ പടിഞ്ഞാറ ഗോപുരത്തിലേക്ക് തിരിഞ്ഞു നിൽക്കലും ഒക്കെ ഭക്തന്മാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആന ഭഗവാനെ കാണാൻ വേണ്ടി ഭഗവാൻ തിരിഞ്ഞു നിന്നതാണെന്ന് ഭക്തന്മാരെല്ലാവരും വിചാരിക്കും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞതാണ്, ഭഗവാന്റെ ഒരു അനുഭവം ആണ് നമുക്കുണ്ടായത്. തീർച്ചയായും. കാരണം അത് ഭഗവാന് ഉണ്ടായ ഒരു അനുഭവം പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യണത്. കാരണം അവിടെ ഭക്തന്മാർ പേടിച്ചു ഓടേണ്ടതായിരുന്നു. അതെ. പക്ഷെ അവിടെ ഭക്തന്മാർ പേടിച്ചു ഓടുകയല്ല ചെയ്തത്, അല്ലേ? ഭഗവാൻ വലിയ ഒഴിച്ചൊന്നുമില്ല, ഭഗവാൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഓടി വന്ന് നിന്നു എന്നാണ് ഒരു ഭക്തന് തോന്നിയത്. അതെ. അപ്പൊ ആനക്കാരൻ എൻ്റെ കസ്റ്റഡിയിൽ നിന്നല്ല ആന എന്ന് പറയലും എനിക്ക് തോന്നിയ ഇതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഭഗവാന്റെ ഒരു ലീലാവിലാസം തന്നെയാണ് ഇതെന്നാണ് ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് എൻ്റെ വിശ്വാസമാണ്. ഫീലിംഗ് ആണല്ലേ ഇത്. അപ്പോൾ ഇത് ഒരു ഭയങ്കര അനുഭവമായിട്ട് തന്നെ ഉള്ള സംഗതിയാണ്. പിന്നെ ഈ 48 വർഷത്തെ കാലയളവിൽ വേറെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ
വേറെ പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഈ അടുക്കളയിൽ പണിയെടുക്കും. ആ സമയത്ത് പായസം ഉണ്ടാക്കലുണ്ടാവും, അപ്പം ഉണ്ടാക്കലുണ്ടാവും, അട ഉണ്ടാക്കലുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചില ന്യൂനതകളൊക്കെ വരാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഒരുവിധം കുട്ടിക്കാലം മുതലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഭഗവാനെ തൊഴുത് നമസ്കരിക്കും. യാതൊരു പണിയിലും യാതൊരു തെറ്റും കുറ്റങ്ങളും വരുത്തരുത്, ഒന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പണി തുടങ്ങുക. ഇതേമാതിരി പണി കഴിഞ്ഞു പോയാലും ഭഗവാന്റെ അടുത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ടാണ് നമ്മൾ പോരുക. അങ്ങനെയാണ് നമ്മുടെ തലമുറയിലുള്ള ഓരോ കുട്ടികളെയും പറഞ്ഞ് രക്ഷിതാക്കൾ വളർത്തുന്നത്. ആ ഒരുവിധം ചിട്ടകളിൽ തന്നെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചകിരി കൊണ്ട് പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചകിരിക്ക് ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഇളക്കാൻ വഴുകുകയോ മറ്റേതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം അടിപിടിക്കുക. 2-3 ഘട്ടങ്ങളായിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു ചുവന്ന പാട വരാം. അപ്പോൾ ചിലപ്പോൾ ആ ചുവന്ന പാട നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഒന്നും കൂടി ഇത് അശ്രദ്ധ വരുന്നത് അത് കരിയാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഭഗവാൻ വരുത്താറില്ല. അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് അപകടം പറ്റിയാൽ തന്നെ ആ അപകടം ഭഗവാൻ അങ്ങോട്ട് ഇല്ലാണ്ടേക്കും. ഭക്തന്മാർക്ക് അത് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ന്യൂനതകളൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഈ ശ്രീ ഗുരുവായൂരപ്പന് നമ്മൾ നിവേദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് കഴിക്കുന്നുണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. ആ സംശയം തെറ്റാണ്. കാരണം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവച്ച് പ്രാണാദി കഴിക്കുക എന്ന് പറയും. ഭഗവാനെ വാരി കൊടുക്കുക. അത് മന്ത്രങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. ഈ മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരളവിൽ പഞ്ചസാരയും മറ്റേത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഭഗവാന്റെ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഇട്ട ആ തുലം കുറച്ച് കുറഞ്ഞുണ്ടാവും. ശരിക്കും അത് ഇതിൻ്റെ രസം, ആ ഇതിൻ്റെ ഓരോ രസങ്ങളാണല്ലോ, ഈ രസം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഒരു പൊടി മിനുസം സ്വാദ് അവിടെ, മധുരമാണെങ്കിൽ മധുരം കുറഞ്ഞുണ്ടാവും, ആ ഉറപ്പാണ്. അങ്ങനെ നോക്കിയിട്ടുണ്ടോ തിരുമേനി? നോക്കിയിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു കാൽക്കുലേഷൻ, ഇത്ര പഞ്ചസാര വേണം ഇത്ര പാലിന്. അതെ. ആ ഇത്ര പഞ്ചസാര നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇത്ര പാലിന് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്വാദ്, അതിൻ്റെ മധുരം നമ്മൾ പിടിച്ചു വെക്കുക. കറക്റ്റ്. ഈ സാധനം തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഈ അളവിൽ നമ്മൾ ഇട്ടു തന്നെ വിചാരിക്കാം, ഈ തുലം വ്യത്യാസം ഉണ്ടാവും. ഭഗവാൻ അത് കഴിച്ചു, ഭഗവാൻ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പല ആൾക്കാരും ചോദിക്കും, പറഞ്ഞാൽ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഇത് സ്വീകരിച്ചു എന്നുള്ളതിന് എന്താ ഒരു തെളിവ് എന്ന്. തെളിവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് തെളിവ്. ഇതിൻ്റെ ആ രസം ഒരു ലേശം ചെറുതായിട്ടുണ്ടാവും. ഇതൊക്കെ ഈ മന്ത്രങ്ങളെ കൊണ്ടും മറ്റേത് എല്ലാം ഇതിന് പണ്ട് കാലത്തേതായുള്ള ഒരു ചിട്ടക്കൂടുകളുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ നമ്മളതെല്ലാം സ്വീകരിക്കണം, അനുഷ്ഠിക്കണം. അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും ഒരു അനുഭവമാണല്ലോ. അതായത് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗാണ്. അതായത് ഇങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് എന്തോ ഇതിപ്പോൾ നമുക്ക് ഭക്തിയുള്ള ആൾക്കാർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും. വേറൊരു ഭക്തിയില്ലാത്ത ആൾ പറഞ്ഞാൽ അതിൽ കഥ പറയാം. അങ്ങനത്തെവർക്കും നമുക്കൊന്നും പറയാനില്ല, നമ്മൾ വാദിക്കാനുമില്ല, പ്രയോഗിക്കാനൊന്നിനുമില്ല. അല്ലാത്തവർക്ക് സ്വീകരിക്കാം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം, ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു നോട്ടം ഏതൊരു ഭക്തനിലുണ്ടോ അതിന് ഭക്തന് നല്ല ജീവിതത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും. ഭഗവാൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. ഈ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലേക്കും ഇവിടേക്കൊക്കെ പോകുന്നു എന്നുള്ളൊരു സങ്കല്പമില്ലേ, അതെന്താണ്? ശരി, അത് അമ്പലപ്പുഴയ്ക്ക് ഭഗവാൻ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് തന്നെ അല്ല, ആ ടിപ്പുവിൻ്റെ പടകാട്ട കാലത്തൊക്കെ ഭഗവാന്റെ പ്രതിഷ്ഠ മൂലവിഗ്രഹമല്ല, തറമ്പ് അവിടെ കൊണ്ടുവച്ചു വന്നു. അപ്പോൾ ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞാൽ ഉടനടി ഭഗവാൻ അങ്ങോട്ട് പോണു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ അതിന് ഉപമിക്കുക എന്ന് പറയാനല്ല, ചെറുതായിട്ടൊരു സംശയം. സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഉച്ചപൂജ കഴിഞ്ഞാൽ തന്നെ ഉടനടി ഉച്ചശിവേലിയുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ വൈകുന്നേരമാണ് ആ ശിവേലി നടത്തുന്നത്. ആ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇവിടെ ഉച്ചപൂജ കഴിഞ്ഞാൽ ശിവേലിക്ക് മുമ്പേ ഭഗവാൻ അവിടെ പോയി വരണു എന്ന് വേണമെങ്കിൽ പറയുന്നുണ്ടായിരിക്കാം. ശരിയായിരിക്കാം. അത് ഇവിടെ മാത്രമേ ഉച്ചയ്ക്ക് ശിവേലി വൈകുന്നേരമുള്ളൂ.
ഒരുപാട് അങ്ങനെ ത്രസിപ്പിക്കുന്ന അനുഭവങ്ങളുമായി തിരുമേനി ഇനിയും നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുവരെ തൽക്കാലം ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.